ഞാനും നമ്മുടെ പ്രിയപ്പെട്ട രാജൻ സാറും പാറച്ചന്തയിലെത്തിയിരിക്കുകയാണ്. പാറച്ചന്ത ഇവിടെയായിരുന്നു ഇവിടുത്തെ ചന്ത എന്ന് പറയുന്നത്. ഇങ്ങനെ രാജൻ സാറ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കൊച്ചിലെ സ്മരണകളൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജൻ സാറേ, ഇവിടെ എല്ലാം ചന്തയായിരുന്നില്ലേ? ഇത് വലിയൊരു ഏരിയ ആയിരുന്നല്ലോ. ഇത് ഈ കംപ്ലീറ്റ് ഏരിയയും ചന്തയായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാ കെട്ടിടങ്ങളായിക്കൊണ്ടിരിക്കുക അല്ലേ? 4 മണി കഴിഞ്ഞാൽ ഇവിടെ നല്ല ജനസമൂഹം വരും. മീന് അതുപോലെ വീടുകളിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു. പച്ചക്കറികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഞാനൊക്കെ കൊച്ചിലെ ഇവിടെ വന്ന് പച്ചക്കറികളും മീനുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ കപ്പ ഉണ്ടായിരുന്ന സമയത്ത് കപ്പയൊക്കെ ഇവിടെ കൊണ്ട് ഞാൻ വിൽക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഒരു വിപണന കേന്ദ്രമായിരുന്നു. നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് ഈ വിഷമൊന്നും ചെറുക്കുക. പണ്ടത്തെ കാലത്ത് വിഷം എന്നുള്ള പരിപാടി ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷേ അന്ന് വീടുകളിൽ ഈ ചാരവും വളവും മിക്കവാറും എല്ലാ വീടുകളിലും പശുക്കളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വളങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിലുള്ള പച്ചക്കറികളൊക്കെ ആയിരുന്നു ഇവിടെ. ഏറ്റവും കൂടുതൽ പച്ചക്കറികളായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ട്. നല്ല പച്ചക്കറികളും അതുപോലെ മീനും അതുപോലുള്ള പല ഐറ്റംസുകളും നമുക്ക് ഇവിടുന്ന് ഇടുമായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ ഇപ്പോൾ എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാം ബിൽഡിങ്സൊക്കെ വന്നു. അതൊരു വേറൊരു രീതിയിലേക്ക് മാറുകയാണ്. നമുക്ക് എന്നാലും പണ്ടത്തെ നല്ല സംസ്കാരങ്ങളൊക്കെ നമുക്ക് തിരികെടുക്കാനായിട്ട് ശ്രമിക്കാം സാറേ. കാരണം ഇവിടെ മാത്രമല്ല ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ജെയിംസ് സാറിനോടുള്ള ആ നന്ദി അറിയിക്കുക. സാറേ, ആരെങ്കിലും ഒരാൾ എന്തിനെങ്കിലും മുന്നിലോട്ട് നിൽക്കണ്ടായോ? ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും പല ഭാഗത്തുനിന്നും കാണുന്നില്ല. സർക്കാരിൻ്റെ കുറേ ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം വളരെ വലിയ രൂക്ഷമാണ്. ഇതുണ്ട് ഇത് ആരാണെങ്കിലും തന്നെ ഈ ആല് വെച്ചിരിക്കുന്ന വലിയൊരു കാര്യമല്ലേ? നമുക്കിതൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായി ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോഴത്തേക്ക് അതിനെയൊക്കെ അങ്ങ് പാർശ്വവൽക്കരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എനിക്കറിയാം വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നിലേക്ക് മാറുകയാണ്. നോക്കി എന്ത് ഐശ്വര്യമുണ്ട്. കണ്ട് ഇതിൻ്റെ മുന്നേ തന്നെ കണ്ടില്ലേ ആലുമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് കാരണം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതൊക്കെ നമുക്ക് തിരികെ പിടിക്കാൻ നമുക്ക് ജീവിതം സാധ്യമല്ല. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ആ മുളക്കഴ ഭാഗത്ത് 2 തടി ഡിപ്പോകൾ കാണുന്നു. എന്തുമാത്രം തടി ഒരു ദിവസം ഈ നാട്ടിൽ നിന്ന് മുറിച്ചുകൊണ്ട് പോകുന്നത്. കാരണം എങ്ങനെ അതിന് പരിഹാരം ഉണ്ടാക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണ്ടായോ? അത് ചെയ്യേണ്ടത് മനുഷ്യനാണ്. പക്ഷേ മനുഷ്യനില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി അതിന് പരിഹാരം ഉണ്ടാക്കും. കാരണം പ്രകൃതി ചെയ്യുന്ന പരിഹാരങ്ങളൊന്നും മനുഷ്യൻ നിൽക്കാൻ സമ്മതിക്കത്തില്ല, നിലനിർത്തത്തില്ല. മനുഷ്യനെല്ലാം നശിപ്പിച്ച് കളയുവാണ്. എന്നാലും നമ്മുടെ വിപണിയിൽ കൂടി ഇന്ന് തന്നെ ഒത്തിരി മുരിങ്ങക്കമ്പുകൾ കൊടുക്കാൻ സാധിച്ചു, പൊന്നാങ്കണ്ണി ചീര കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ കുറേ വീടുകളിലൊക്കെ ആ മുരിങ്ങ വളർന്നു വരും. അത്രയും പ്രകൃതിക്കൊരു സംരക്ഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എൻകറേജ് ചെയ്യാം. ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ ആലാമണി തന്നെ ഏകദേശം 1000-ഓളം മുരിങ്ങക്കമ്പുകൾ വിതരണം ചെയ്തില്ലേ? കൊച്ചു കാര്യമാണോ? മാത്രമല്ല ഇന്നത്തെ ഇവിടെ ഇങ്ങനെ ഒരു വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളിലും സാർ നേതൃത്വം കൊടുക്കുന്നു. സാറിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ ഇതിന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സാറേ. ഞാൻ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. എല്ലായിടത്തും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ സാറേ കൂടെ നിൽക്കും. നല്ലൊരു കാര്യത്തിനാണ് തീർച്ചയായിട്ടും കൂടെ നിൽക്കും. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തത്തില്ല. പക്ഷേ തെറ്റാണെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ആദ്യം ചെന്ന് വാൺ ചെയ്യും. അത് സാറിന് തന്നെ അറിയാമല്ലോ. ആദ്യം ചെന്ന് വാൺ ചെയ്യും. എന്നിട്ടും ആ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ മാത്രമേ ശക്തമായിട്ടുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കാറുള്ളൂ. കാരണം ആരെന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വടശ്ശേരിക്കാവ് ദേവീക്ഷേത്രത്തിൽ ശ്രമദാനം നടക്കുന്ന സമയത്തൊക്കെ ഞാനും അതിനകത്ത് പോയി പങ്കെടുക്കുമായിരുന്നു. കാരണം അതൊക്കെ ഒരു വ്യത്യസ്തതയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വേണ്ട നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അതല്ലേ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. താങ്ക് യു സാറേ. ജനങ്ങൾക്ക് മാത്രമേ അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് കണ്ടതാണ് മനോരമയുടെ ഓൺലൈൻ എഡിഷൻ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി 25 മരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമുക്ക് ഞാൻ ഏകദേശം 1000-ഓളം മുരിങ്ങയുടെ കമ്പുകൾ നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് മുരിങ്ങയുടെ കമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നിറച്ച് കാപ്പിലുള്ള മുരിങ്ങയുടെ കമ്പുകളാണ് ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വിഷപദാർത്ഥങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ കണ്ണിനെ പൊന്നാക്കാൻ സാധിക്കുന്ന ഒരു സാധനമാണ് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും ഇന്നും പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായിട്ട് പഠിച്ചു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഹൈബ്രിഡ് വിത്തുകൾ ഞാനൊരു ഷോപ്പ് നടത്തുന്നുണ്ട്.
ലാഭത്തിന് വേണ്ടിയല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന സർക്കാരിന്റെ പല സബ്സിഡികളും ജനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള കുറെ വിത്തുകളോട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് പൊട്ടിച്ചിട്ട് എല്ലാവരും പരസ്പര സ്നേഹത്തോടും സഹകരണത്തോടും കൂടി ഇതിനകത്ത് മിനിമം 5 സീഡുകളെങ്കിലും കൊണ്ടുപോയി എല്ലാവരും വളർത്താനായിട്ട് നോക്കണത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ സ്വന്തമായിട്ട് പച്ചക്കറിയുടെ കൃഷി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3 ദിവസം നോക്കിയില്ലെങ്കിൽ സാധനം പോകും. എന്തായാലും ആ പച്ചക്കറി നശിച്ചു പോകും. കാരണം കീടങ്ങൾ കയറും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പേരയ്ക്ക തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പേരയ്ക്ക റോഡ് സൈഡിൽ പേരയ്ക്ക വെച്ചിരിക്കുന്നു. എന്റെ വീട് അറിയാവുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും കൂടുതൽ. എന്റെ വീടിന് മുന്നിൽ നിൽക്കുന്ന പേര മുഴുവൻ ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ച് പൊതിഞ്ഞ് വെച്ചിരിക്കുക. ഇത്രയും ലാർജ് സ്കെയിലിൽ പേരയ്ക്ക വിൽക്കുന്ന ആൾക്കാർക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ അവർ ചെയ്യുന്ന എന്താ, മാരകമായിട്ടുള്ള വിഷങ്ങൾ ഇതിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ഇതിലേക്ക് സ്പ്രേ ചെയ്തിട്ട് ഒരു പക്ഷി പോലും അതേ വരത്തില്ല. അപ്പൊ ആ മാരകമായിട്ടുള്ള വിഷങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അവരവരുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ വരുന്ന നമ്മുടെ കർഷകരെ ഇത് മേടിക്കാനായിട്ട് ശ്രമിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു മാഫിയയുടെ പിടിയിലായിരുന്നു. ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ മാഫിയയുടെ പിടിയിലാണ്. ഗവൺമെന്റുകൾക്ക് പോലും അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് ഒരു കോട്ടയം വരെ യാത്ര ചെയ്യുക. കോട്ടയം വരെ ഇത്രയും കാണുന്ന കാഴ്ച എന്താ? മുണ്ടക്കാവ് ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ആ പാലം മുഴുവൻ ഒരു ഹോസ്പിറ്റലുകാരൻ്റെയാണ്. നമ്മൾ തിരുവല്ലായിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ഹോസ്പിറ്റലുകാർ കൈയിടക്കി വെച്ചിരിക്കുക. ഈ പൈസ ഇവിടുന്ന നമ്മുടെ കാശാണ്. അവിടെ കൊണ്ടുപോയിട്ട് വെന്റിലേറ്റർ കയറ്റും. ഡെഡ് ബോഡി ആയിട്ട് ഇവിടെ കിടക്കും. ഡെഡ് ബോഡി ആകുമ്പോഴും പറയും മരിച്ചിട്ടില്ല. ഇപ്പൊ മരിച്ചിട്ടില്ല. ദിവസം 1.5 ലക്ഷം രൂപ ബില്ല് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാവർക്കും വീട്ടിൽ എന്തെങ്കിലും പച്ചക്കറികൾ കൃഷി ചെയ്യണം. എനിക്കൊന്ന് ഇരിക്കുന്ന മരവണ്ടയാണെന്ന് തോന്നുന്നു. ഈ മരവണ്ടയൊക്കെ നട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3-4 വർഷത്തേക്ക് വലിയ വിഷങ്ങളൊന്നും ഇല്ലാത്ത പച്ചക്കറി കിട്ടുന്നതാണ്. അതുപോലെ ഈ പൊന്നാങ്കണ്ണി ചീര ആഴ്ച 2 പ്രാവശ്യമെങ്കിലും ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ ഇല്ലാതെ തീരും. അതേപോലെ തന്നെ മുരിങ്ങ ഇല എടുത്തിട്ട് ഇതൊക്കെ നമ്മുടെ പഴയ ഭക്ഷണ സംസ്കാരത്തിലേക്ക് പോകണം. ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചെങ്ങന്നൂർ YMCAക്ക് സമീപം താമസിക്കുന്ന രായ്ച്ചാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറച്ചന്ത സ്വദേശിയാണ്. ഇന്ന് ഈ വിപണി ഇവിടെ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രായ്ച്ചാനാണ്. രായ്ച്ചാന് തൊട്ടടുത്ത് നല്ലൊരു ഫാമും ഒക്കെ ഉണ്ട്. രായ്ച്ചാൻ ആലാ വിപണിയുടെ തുടക്കം മുതൽ തന്നെ ഒരു സ്ഥിരം സന്ദർശകനാണ്. തുടർന്നുള്ള എല്ലാ വിപണികളിലും രായ്ച്ചാനെ കാണാറുണ്ട്. ഈ വിപണികളിലൊക്കെ വരുന്നതിനകത്ത് രായ്ച്ചാന് ഭയങ്കര സന്തോഷമാണ്. രായ്ച്ചാൻ വളരെയധികം കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. രായ്ച്ചാന്റെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു വിപണി തുടങ്ങുകയാണ്, പാറച്ചന്ത നാട്ടുവിപണി. ഈ പാറച്ചന്തയെ സംബന്ധമായിട്ടുള്ള ഹിസ്റ്ററി എന്താണ്? എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പണ്ട് മുതൽ ആഗ്രഹിച്ച ഈ പാറച്ചന്തയിൽ പണ്ടത്തെ പോലെ ഒരു അന്തിച്ചന്ത ഇവിടെ തുടങ്ങണമെന്ന്. അപ്പോൾ ഞാൻ പലരോടും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആരും അത് താല്പര്യപ്പെടുത്തില്ല. ജെയിംസ് അതിന് താല്പര്യപ്പെട്ടു. അതെ, താല്പര്യപ്പെട്ടു. എന്തായാലും അത് തുടക്കമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇവിടെ തുടങ്ങി. അപ്പോൾ ഒരു കാലത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 10,000-1500 പേര് എല്ലാ ദിവസവും വൈകിട്ട് ഈ സ്ഥലത്ത് കൂടി ഇവിടെ ഭയങ്കര ബിസിനസ് ഉണ്ടായിരുന്നൊരു ഏരിയ ആയിരുന്നു. എന്നാൽ അത് കുറേ കാലം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 77 ശേഷം ആണെന്ന് തോന്നുന്നു, 78-80 ശേഷമാണെന്ന് തോന്നുന്നത് ഇതങ്ങനെ ഇതായി, പിന്നെ ഒന്നും ഇല്ലാതായിപ്പോയി. ഇപ്പോൾ അത് വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. കാരണം ഇവിടെയുള്ള മുഴുവൻ കർഷകരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ സാധനം വിൽക്കുകയും ചെയ്യാം, ഇല്ലാത്തവർക്ക് അത് വാങ്ങുകയും ചെയ്യാം. അത് നല്ല കാര്യമാണ്. കുറെ അടുത്തൊക്കെ നല്ല ഒത്തിരി കൃഷിക്കാരുണ്ട് ഇവിടെ ഒരുപാട്. ഞാൻ ഇവിടെ അടുത്തൊരു എനിക്ക് പറയാനറിയത്തില്ല സ്ഥലപ്പേര്. ഞാൻ ഈ ഉത്തരപ്പള്ളിയാറിന്റെ റൂട്ട് തപ്പി ഇതിലേങ്ങാണ്ടൊക്കെ പോയ സമയത്ത് ഒരു പാടത്തിന്റെ മേളിലായിട്ട് വന്നു. മേളിലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര കൃഷിയാണ്. പുള്ളി ഇങ്ങനെ പടവലങ്ങയൊക്കെ ഈ വാഴയിലക്കിടയിൽ ഇങ്ങനെ വെച്ചിരിക്കും, വിറ്റില്ലെന്നും പറഞ്ഞു. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ആൾക്കാർക്ക് വിൽക്കാൻ വിപണി ഇല്ലാത്തവരാണ് കൂടുതലുള്ള ആൾക്കാർ. പോലെ കടക്കാർക്കൊക്കെ കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് പോകും. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും എന്തുമാത്രം ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ജനങ്ങൾ തമ്മിൽ വീണ്ടും കാണട്ടെ, സന്തോഷിക്കട്ടെ, നാടിന്റെ ഐക്യം വിജയമാകട്ടെ, എല്ലാവരും സഹകരിക്കുക. ഓക്കെ. പാറച്ചന്തയിലെ വിപണിയുടെ ഉദ്ഘാടനമാണ് ഇന്നത്തെ ദിവസം. പാറച്ചന്ത ജംഗ്ഷനിൽ തന്നെയാണ് ഈ വിപണി എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ ഞാൻ അറിഞ്ഞിടത്തോളം 60 കൊട്ട മീൻ വരെ എത്തുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പാറച്ചന്ത എന്ന് പറയുന്നത്. നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല സംസ്കാരങ്ങളും ഇല്ലാതായി തീർന്നു. അതിന് പ്രത്യേകിച്ച് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഞാൻ ആ കാരണങ്ങൾ കൂടി ഒന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുവൈറ്റിൽ നിന്നൊക്കെ തിരികെ നാട്ടിലെത്തിയ സമയത്ത് എൻ്റെ കാഴ്ചപ്പാടുകളിൽ കുറേ കൂടെ വ്യത്യാസമുണ്ടായി. കാരണം കുറേ കൂടെ ഉന്നത നിലവാരത്തിലുള്ള ജനങ്ങളും ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും ഉന്നത നിലവാരത്തിലുള്ള സംസ്കാരവും അങ്ങനെ പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ കണ്ടിട്ട് സ്വന്തം നാട്ടിലേക്ക് എത്തിയ സമയത്ത് അതൊക്കെ എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ ഉണ്ടായ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ്
ഇപ്പം നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ലഹരിയുടെ വ്യാപനം അതുപോലെ രൂക്ഷമാണിന്ന്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ആദ്യം തന്നെ തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ചെറുതായിട്ട് ചില ഹിൻഡുകൾ നൽകിയായിരുന്നു. അത് നമുക്ക് സോഷ്യൽ മീഡിയയിലാണല്ലോ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ എഴുതുക എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അതിനകത്ത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമ്മുടെ കോടുകുളഞ്ഞി ഭാഗത്ത് ഭയങ്കര പ്രശ്നമായിട്ട് മാറി. അത് ഭയങ്കര പ്രശ്നമായി എന്ന് വെച്ചാൽ ചില ആൾക്കാർ അവരെ ഭയങ്കര പ്രശ്നമായിട്ട് മാറി. അത് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കണം. അതിനുശേഷം 2008 നമ്മുടെ നാട്ടിൽ ആലായിൽ ഒരു ഡോക്ടർ വന്നിട്ട് ഒരു പഠനം നടത്തി ഉത്തരപ്പള്ളിയാറുമായിട്ട് ബന്ധപ്പെട്ട് 2008. ആ പഠനത്തിൽ ഡോക്ടർ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് കടന്നു പോകാൻ പോവുകയാണ്. കണ്ടമാനം ക്യാൻസർ രോഗങ്ങളെ, ത്വക്ക് രോഗങ്ങളെ, അങ്ങനെയുള്ള പല രോഗങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ ആ ഉത്തരപ്പള്ളിയാർ സംബന്ധമായിട്ട് ഒരു മൂവ്മെൻറ്റിന് ശ്രമിച്ച സമയത്ത് അതിഭീകരമായിട്ടുള്ള എതിർപ്പുകളാണ് ഉണ്ടാകുന്നത്. എനിക്കറിയത്തില്ല എന്ത് ചെയ്തു കഴിഞ്ഞാൽ എതിർപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകുന്നത്. അതേപോലെ തന്നെ അതിനുശേഷം തന്നെ വില്ലേജ് ഓഫീസിൻ്റെ അവിടുത്തെ ഒരു കലിങ്ക് ഈ പറഞ്ഞ ഉത്തരപ്പള്ളിയാറുമായിട്ട് സംബന്ധിച്ച് തന്നെ എൻ്റെ 5 അക്ക തുക ഇതിനകം തന്നെ പോയിട്ടുണ്ട്. ഇതുമായിട്ട് അതുപോലെ തന്നെ ഉത്തരപ്പള്ളിയാറിൻ്റെ സമീപത്തുള്ള ഒരു കലിങ്ക്, ആ കലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ കലിങ്കിൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചു. ഇത് അവിടെ ഒരു കലിങ്ക് പണിയിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് ആദ്യം ഞാൻ ഒപ്പിടിക്കാൻ ചെന്ന ആൾ തന്നെ പറഞ്ഞത് ഇവിടെ ഒരു കലിങ്കിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ എങ്ങനെ തീർക്കാമെന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ഒരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നത്. അത് കണ്ട് എന്തെങ്കിലും ഒരു മാറ്റത്തിന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് പിന്നിലേക്ക് വലിയുന്നതാണ് കാണുന്നത്. ഇതേപോലെ തന്നെ ഒന്ന് ഓർത്തോണം, എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. നമ്മുടെ ശശിച്ചേട്ടൻ ആ കുതിരോട്ടർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്നദാനം നടത്തുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മുണ്ടങ്കാവ് വിപണിയിലെത്തിയ ശേഷം കൊടുകുളഞ്ഞിയിൽ അദ്ദേഹം ഒരു വിപണി ആരംഭിക്കുന്ന സംബന്ധമായിട്ട് ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് പറഞ്ഞു. പക്ഷേ അത് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത്. കൊടുകുളഞ്ഞി വിപണിയെ തകർക്കാനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കൊടുകുളഞ്ഞി വിപണി എവിടെ കിടക്കുന്നു, ഈ നമ്മുടെ കൊച്ചു വിപണി എവിടെ കിടക്കുന്നു? ഇത് ജനങ്ങളുടെ കൂട്ടായ്മയല്ലേ, അല്ലാതെ കുറേ കൊല കൊണ്ട് വെച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയല്ല. ഈ പറഞ്ഞിരിക്കുന്ന പോലെ കൊടുകുളഞ്ഞി വിപണി തന്നെ ചൂഷണത്തിന് അതീതമാണോ? നമ്മുടെ ആല സൊസൈറ്റിയിലെ ഒരു പഴയ ഡയറക്ടർ ബോർഡ് മെമ്പർ പുള്ളി ഒരു പ്രാവശ്യം പുള്ളിക്ക് 4 രൂപ മാത്രമാണ് പാളാന്തോടം കൊലയ്ക്ക് അവിടെ വില കിട്ടിയത്. അതിനെ തുടർന്ന് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കംപ്ലീറ്റ് കൊല വെട്ടിക്കളഞ്ഞ കഥ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കർഷകർക്ക് മാന്യമായിട്ടുള്ള വില ലഭിക്കും, ഇവിടുത്തെ കൃഷി വർദ്ധിപ്പിക്കും, ജനങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അന്ധമായിട്ട് എതിർക്കുന്ന ചില പ്രവണതകൾ കാണുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ എതിർക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ അത്രയും വലിയ എതിർപ്പില്ല. പക്ഷേ ഇവിടെ നിന്ന് ജീവിതമാർഗം തേടി ഇവിടെ നിന്ന് പുറത്തേക്ക് പോയ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരാണ് ഇതുപോലെ അന്ധമായിട്ട് ഇതുപോലുള്ള എതിർപ്പുകൾ കാണിക്കുന്നത്. എനിക്കൊന്നും അവർ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എതിർപ്പുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയ ബുദ്ധിജീവിയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് കാട്ടിക്കൂട്ടാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ പുച്ഛമാണെന്നുള്ള കാര്യം മറക്കരുത്. കാരണം പല ആൾക്കാരും എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ പറയാറുണ്ട് ഇവനൊന്നും വേറെ പണിയൊന്നുമില്ലെന്ന്. കാരണം ഈ നാടിന് യാതൊരു വിധമായിട്ടുള്ള ഗുണവുമില്ലാത്ത കുറേ ആൾക്കാർ നാട്ടുകാരുടെ നിന്ന് കുറച്ച് പിരിവിട്ടിട്ട് ഒരു ഫാൻ മേടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനസേവനമാകുമോ? തന്നെത്താനെ ഇറങ്ങി ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരിച്ചു വാ. ഈ നാട് നിങ്ങൾ പറയുന്നത് നമ്പർ 1 ആണെന്നല്ലേ പറയുന്നത്. ഇതാ ഞാൻ എൻ്റെ നാട്ടിൽ തിരികെ വന്നിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, നിങ്ങളും തിരികെ വന്നിട്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഇവിടെ ഉണ്ടാകും. കാരണം അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജീവിക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതുപോലെ ദയവേദി ഇനി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കരുത്. കാരണം ജനങ്ങൾ നിങ്ങളെ പുച്ഛത്തോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. ഈ നാട്ടിൽ ഒത്തിരി മാറ്റങ്ങൾ ആവശ്യമാണ്. ഉത്തരപ്പള്ളിയാറ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലെങ്കിലും ഒന്ന് തിരിച്ചെടുക്കണം. ഈ നാട്ടിലെ ലഹരി അതിന് ഒരു പരിഹാരം കണ്ടെത്തണം. ഈ നാട്ടിലെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം തീർച്ചയായിട്ടും കുറവുണ്ട്. അതിനൊരു മാറ്റം നമ്മുടെ വിപണികളിൽ കൂടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അതിഭീകരമായിട്ടുള്ള രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ട് അതിനൊരു പരിഹാരം കൂടെ ഉണ്ടാകും. അപ്പം ദയവ് ചെയ്ത് എനിക്ക് ഈ കുത്തിത്തിരിപ്പുകാരോട് പറയാനുള്ളത്, ഈ പാറച്ചന്ത ഭീമനയുടെ ഉദ്ഘാടന ദിവസം കുത്തിത്തിരിപ്പുകാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ നാട്ടിലുണ്ടാകുന്ന മുന്നേറ്റങ്ങളെ നിങ്ങൾ തകർക്കരുത്. നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഇതൊക്കെ കണ്ട് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും നിങ്ങളെ പുച്ഛിക്കുകയാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്.